ഇനി എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 4th ചാപ്റ്റർ ആണ് കേട്ടോ. അത് ത്രൂ ദ എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞ ഈ പാടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്താണ് ത്രൂ ദ എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ അന്നപദത്തിലൂടെ എന്നുള്ളതാണ് അല്ലേ. Sensing the smell of a plantain, Pathuma's goat made her appearance before me. I peeled off the skin and ate the plantain. Seeing me eating something, Umma's refugee cats too appeared there. The hens trotting under Umma's care also came. I gave the peel of the plantain to Pathuma's goat. The goat stood there expecting more. പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. പാത്തുമ്മയുടെ ആട് എന്നുള്ള കൃതിയിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയിൽ നിന്നെടുത്ത ഈ ചെറിയൊരു ഭാഗമാണിത് അല്ലെ. അറിയാലോ അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആളാണ് അല്ലെ. നോക്കൂ, എന്താണ് ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച് അല്ലെ. സെൻസിങ് ദ സ്മെൽ ഓഫ് എ പ്ലാന്റ്, എന്താണ് ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച് പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി അല്ലെ. അതായത് മുന്നിൽ വന്നു. പഴം ഞാൻ തൊലി ഉരിച്ചു തിന്നു. പഴം എന്താണ്? ഞാൻ തൊലി എന്താക്കി ഉരിച്ചു തിന്നു അല്ലെ. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മായുടെ അഭയാർത്ഥികളായ പൂച്ചകളും വന്നു അല്ലെ. ഉമ്മായുടെ മേൽനോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊയ് പാത്തുമ്മയുടെ ആടിന് കൊടുത്തു അല്ലെ. ആട് പിന്നെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇത് പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഇതാണ് അല്ലെ. Why is the peeled skin of plantain given to the goat and not to the cat or hens? ഈ പഴത്തൊരു പൂച്ചക്കും കോഴികൾക്കും കൊടുക്കാതെ ആടിന് കൊടുക്കാൻ എന്താണ് കാരണം? What are the various types of food that goats eat? എന്തെല്ലാമാണ് ആടിന്റെ ആഹാരം? Other organisms in the surroundings also take food. Observe the picture. എന്താണ്? ചുറ്റുപാടുമുള്ള മറ്റു ജീവികളും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ നോക്കൂ, ലയൺ അല്ലെ. ലയൺ എന്താണ്? ഒരു ബഫലോനെ കൊന്നു തിന്നുകയാണ് അല്ലെ. അതുപോലെ ഈ ബട്ടർഫ്ലൈ എന്താണ്? തേന് അല്ലെ. അതുപോലെ ഈ ബേർഡ് എന്താണ്? പേരയ്ക്ക അല്ലെ. പിന്നെ ഈ കൗ ഗ്രാസ്. പിന്നെ ഈ ബേംസ് പുഴു എന്താണ്? ലീഫ് അല്ലെ തിന്നുന്നത് അല്ലെ. പിന്നെന്താ? ഫിഷ് അല്ലെ. ഫിഷ് കഴിക്കുന്നത് വെള്ളത്തിലുള്ളതാണ് അല്ലെ. ഡു ഓൾ ഓഫ് ദം ഈറ്റ് ദ സെയിം ഫുഡ്? എല്ലാവരും ഒരേ ആഹാരമാണോ കഴിക്കുന്നത്? ഇവ കഴിക്കുന്നത് എല്ലാവരും സെയിം ആഹാരമാണോ? വാട്ട് ഇസ് ദ ഡൈവേഴ്സിറ്റി സീൻ ഇൻ ദ മോഡ് ഓഫ് പ്രൊക്യൂറിംഗ് ഫുഡ്? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. എന്താണ്? ആഹാര സമ്പാദന രീതിയിൽ എന്ത് വൈവിധ്യമാണ് ഇവിടെ കാണുന്നത്? ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്ത് വൈവിധ്യമാണ് ഇവിടെ കാണുന്നത്? എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കി എന്താക്കുക? നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിസംസ് ആൻഡ് ഫുഡ്, എന്താണ്? ജീവികളും ആഹാരവും അല്ലെ. ഓർഗാനിസം, ഫുഡ്, മോഡ് ഓഫ് ഫീഡിങ്. ഓർഗാനിസം ജീവി, ഫുഡ് ആഹാരം. പിന്നെ മോഡ് ഓഫ് ഫീഡിങ് എന്താണ്? ആഹാരം കഴിക്കുന്ന രീതി അല്ലെ. എന്താണ്? കാറ്റർപില്ലർ പുഴു, എന്താ? ശലഭപ്പുഴു അല്ലെ. അതെന്താണ്? അതിന്റെ ഫുഡ് എന്താണ്? ലീഫാണ് അല്ലെ. ഈ കാറ്റർപില്ലർ അല്ലെ. ഇതിന്റെ കാറ്റർപില്ലറിന്റെ ഫുഡ് എന്താണ്? ലീഫ് അല്ലെ. ഇലയാണ്. പിന്നെ എങ്ങനെയാണ് കഴിക്കുക? കാർന്ന് തിന്നിട്ട് അല്ലെ. അതുപോലെ ഈ ഇവരൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതിനുള്ള രീതിയും അതിന്റെ ഫുഡും ഇവിടെ എഴുതുക കേട്ടോ. ഓരോരുത്തരും ഓരോ ഇതാക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ. ഇനി ന്യൂട്രീഷ്യൻ, എന്താണ്? പോഷണം. ഓൾ ഓർഗാനിസംസ് നീഡ് ഫുഡ് അല്ലെ. എല്ലാ ജീവികൾക്കും എന്താണ്? ഫുഡ് ആവശ്യമാണ് അല്ലെ. The food and the mode of procuring it differ from organisms to organism. എന്താണ്? ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ് അല്ലെ. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതി എന്താണ്? ഓരോ ജീവിയിലും വ്യത്യസ്തമാണ് അല്ലെ. The process of intake and the utilization of food by organisms is called nutrition. എന്താണ്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് എന്ത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് എന്താണ്? യൂട്ടിലൈസ് ചെയ്യുകയും ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്ത്? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആർ ഓൾസോ ഓർഗാനിസംസ്. എന്താണ്? പ്ലാന്റ്സും എന്താ? ജീവികളാണ് അല്ലെ. ഡോണ്ട് ദേ ഓൾസോ റിക്വയർ ഫുഡ്? ആഹാരം ആവശ്യമില്ല അവയ്ക്കും. പ്ലാന്റ്സിനും എന്താണ്? ആഹാരം ആവശ്യമല്ലേ. നോക്കൂ, ഇവിടെ സണ്ണ് അല്ലെ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ക്ലോറോഫിൽ, വാട്ടർ ആൻഡ് മിനറൽ. ഇവിടെ റൂട്ട് അല്ലെ. നോക്കൂ. ഡോണ്ട് യു നോ വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ സൂചിപ്പിച്ച പ്രവർത്തനം ഏതാണെന്ന് അറിയാമല്ലോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? എന്താണ്? ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ട്? എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുള്ളത്? സൺലൈറ്റ്,
എഴുതുക. ഓക്കെ, വിച്ച് ഈസ് ദ ഗ്യാസ് റിസീവ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതുപോലെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ഇതാണ് സ്വീകരിക്കല്? യെസ്, എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. വിച്ച് ഈസ് ദ ഗ്യാസ് ഗിവൺ ഔട്ട്. പുറത്തു വിടുന്ന വാതകം ഏതാണ്? യെസ്, എന്താണ്? ഓക്സിജൻ അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. They synthesize their own food, hence they are called autotrophs. On the other hand, there are organisms which are unable to synthesize their own food and therefore depend on other organisms for food. They are called heterotrophs. എന്താണ് ഇവിടെ പറയുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് എന്താണ്? ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല അല്ലെ. They synthesize their own food അല്ലെ. ഇവ സ്വയം ആഹാരം എന്താക്കുകയാണ്? നിർമ്മിക്കുന്നവയാണ് അല്ലെ. Hence they are called autotrophs. അവരെയാണ് എന്ത്? ഈ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ. സ്വയം ആഹാരം ഉണ്ടാക്കുന്നതിനെയാണ് എന്ത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ഓട്ടോട്രോപ്സ് ആണ് അല്ലെ. ഓൺ ദ അതർ ഹാൻഡ് അല്ലെ. ഇനി എന്താണ്? എന്നാൽ അല്ലെ, ഓൺ ദ അതർ ഹാൻഡ് there are organisms which are unable to synthesize their own food and therefore depend on other organisms for food. They are called heterotrophs. എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു അല്ലെ. അതായത് സ്വന്തം ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ സ്വന്തം ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണ് അല്ലെ. their own food. അവർ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ എന്താണ്? ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു. അതിനാണ് അവരെന്ത് പറയുന്നത്? ഹെട്രോട്രോപ്സ് എന്ന് പറയാ. മനസ്സിലായല്ലോ രണ്ടിനും ഡിഫറൻസ്? അപ്പൊ ഓട്ടോട്രോപ്സും ഹെട്രോട്രോപ്സും അല്ലെ. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ആഹാരം ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എന്ത്? ഓട്ടോട്രോപ്സ് അല്ലെ. എന്താണ്? ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാലോ ഓർഗാനിസം എന്താണ്? മറ്റേ ഫുഡിനായിട്ട് എന്താക്കണേ? വേറെ ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. ഫുഡിന് വേണ്ടി വേറൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത്? ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവരെന്താണ്? ഹെട്രോട്രോപ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഫോർ ഫുഡ് എന്താ? ആഹാരത്തിന് വേണ്ടി. Haven't you learned earlier about the parasitic plant, saprophytes, etc.? Observe the pictures given below. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? പാരാസിറ്റിക് പ്ലാന്റ്സും സാപ്രോഫൈറ്റ്സും അല്ലെ എന്നിവയെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. താഴെ കൊടുത്ത ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയേ. സന്താൽവുഡ് ട്രീ അല്ലെ. എന്താണ് സന്താൽവുഡ് ട്രീ? ചന്ദനം അല്ലെ. എന്താണ്? ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ടേക്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട്സ് ഓഫ് അതർ പ്ലാന്റ്സ് അല്ലെ. എന്താണ്? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ എന്താണ്? മറ്റു ചെടികളുടെ വേരിൽ നിന്ന് എന്താണ്? വെള്ളവും മിനറൽസും അല്ലെ. മിനറൽസും എന്താണ്? കണ്ടെത്തുന്നുണ്ട് ഈ സന്താൽവുഡ് ട്രീ. ഓക്കെ, പിന്നെ മോണോട്രോപ്പ് എന്ന് പറഞ്ഞ ഇത് എന്താണ്? ഇറ്റ് ടേക്സ് ഫുഡ് ഫ്രം ഡീക്കേഡ് ഓർഗാനിക് റിമെയിൻസ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത് ഈ മോണോട്രോപ്പ്. ഓക്കെ, ഇനി ലൊറാന്തസ് എന്താണ്? ഇത്തിൽ ചെടി എന്ന് പറയും അല്ലെ. ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. എന്താണ്? ജലത്തിനും എന്താണ് മിനറൽസിനും എന്താണ് വെള്ളത്തിനും മിനറൽസിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന ആ പ്ലാന്റിനെ അത് ആശ്രയിക്കുന്നുണ്ട് അല്ലെ, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ഇവിടെ പറയുന്നത്? Classify the plants indicated in the picture and note them down in the given below. എന്താണ്? നിങ്ങൾ ഈ ചിത്രത്തിൽ സൂചിപ്പിച്ച ഈ പ്ലാന്റ്സുകൾ ഉണ്ടല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിളിൽ എന്താണ് തരം തിരിച്ച് എഴുതുക. ടോട്ടൽ പാരസൈറ്റ് എന്താണ്? ടോട്ടൽ പാരസൈറ്റ് ഏതാണെന്ന് നോക്കുക. ടോട്ടൽ പാരസൈറ്റ് ഏതാണ്? പിന്നെ പാർഷ്യൽ പാരസൈറ്റ് ഏതാണ്? പിന്നെ സപ്രോട്രോപ്പ് ഏതാണ്? സപ്രോഫൈറ്റ് അല്ലെ. അത് ഏതാന്നുള്ളത് നിങ്ങൾ എന്താക്കുക? അവിടെ എഴുതുക. ഓക്കെ, ഇനി വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഡ്രൈയിങ് അപ്പ് ഓഫ് ദ ബ്രാഞ്ച് ഓൺ വിച്ച് ലൊറാന്തസ് ഗ്രോസ്. എന്താണ്? ഇത്തിൽ ചെടി വളരുന്ന കൊമ്പ് ഉണങ്ങിപ്പോവാൻ കാരണം എന്തായിരിക്കും? You know how organisms like mushrooms which belongs to a group of fungi obtain food. In which group will you include them in the above table? എന്താണ്? കൂൺ ഉൾപ്പെടുന്ന പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ ആഹാരം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമല്ലോ. ഇവയെ മുകളിൽ കൊടുത്ത പട്ടികയിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും? എന്താണ്? ഈ കൂൺ ഉൾപ്പെടുന്ന പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ ആഹാരം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലെ. ഇവയെ മുകളിൽ കൊടുത്ത പട്ടികയിലെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക എന്ന്. ടോട്ടൽ പാരാസൈറ്റ് ആണോ, പാർഷ്യൽ പാരാസൈറ്റ് ആണോ, സപ്രോട്രോപ്പ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. എന്താണ്? അകത്തും പുറത്തും. There are parasites among animals too. Which are they? എന്താണ്? ജന്തുക്കളിലും എന്താണ്
ഈ പാരാസൈറ്റ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണവ നോക്കൂ. ലൗസ് എന്താണ്? പേന് അല്ലേ? വേംസ് എന്താണ്? വിര. പിന്നെന്താ? ഫ്ലീ എന്താണ്? ചെള്ള് എന്ന് പറയും. ഓക്കെ. ലോസ് ആൻഡ് flea are external parasites, but worm is an internal parasite. അല്ലെ? ലൗസും ഫ്ലീയും, അതായത് ലോസ് പറഞ്ഞ പേന് അല്ലെ, ഫ്ലീ പറഞ്ഞ ചെള്ള് അല്ലെ, എന്നിവ എന്താണ്? എക്സ്റ്റേണൽ പാരാസൈറ്റ്, പുറത്തുള്ള പാരാസൈറ്റ് ആണ് അല്ലെ. ബട്ട് വേം ഇസ് ആൻ ഇന്റേണൽ പാരാസൈറ്റ്. പക്ഷെ എന്താ? വിര എന്താണ്? ഇന്റേണൽ പാരാസൈറ്റ് ആണ് അല്ലെ. Parasites harm the health of organisms in which they live. എന്താണ്? ഈ പാരാസൈറ്റ് അവ വസിക്കുന്ന ജീവികളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നുണ്ടോ? നോക്കൂ. ടേക്ക് മെഡിസിൻ once in 6 months to prevent worms infection. സ്കൂൾ ഹെൽത്ത് ക്ലബ് എന്താണ്? 6 മാസത്തിലൊരിക്കൽ വിരശല്യത്തിനെതിരായി മരുന്ന് കഴിക്കുക. എന്താണ്? സ്കൂൾ ഹെൽത്ത് ക്ലബ് അല്ലെ. അപ്പം വിരശല്യത്തിന് മരുന്ന് കഴിക്കണം അല്ലെ. അപ്പൊ എന്താണ്? ഹാംഫുൾ ആണോ? നിങ്ങൾ പറ ആൻസർ. ഓക്കെ. ഇനി predators of the plant world എന്താണ്? സസ്യലോകത്തെ ഇരപിടിയന്മാർ. Don't you know the factors on which plants depend for the synthesis of their own food? Look at these plants. എന്താണ്? സസ്യങ്ങൾ, അതായത് പ്ലാന്റ്സ് സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണെന്ന് അറിയാമല്ലോ. ഈ ചെടികളെ നോക്കൂ. ഇവിടെ കണ്ട ഈ ചെടികള്, കുറച്ച് ചെടികളുണ്ട് അല്ലെ. They are known as insectivorous plants. They are given this name because they catch insects. Photosynthesis takes place in these plants too. Then why do they catch insects? എന്താണ്? ഇവരെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയാം. അതായത് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയാം കേട്ടോ. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് അല്ലെ. പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. അവരെന്താണ്? ദേ ക്യാച്ച് ഇൻസെക്ട്സ് അല്ലെ. അവരെന്താക്കും? ഈ പേര് വന്ന കാരണം എന്താണ്? അവർ ഇൻസെക്റ്റിനെ പിടിക്കും അല്ലെ. അതുകൊണ്ടാണ് എന്താക്കുന്നത്? ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്ന പേര് വന്നത്. ഓക്കെ. ഈ സസ്യങ്ങളിലും എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്തിനാണ് ഇവ പ്രാണികളെ പിടിക്കുന്നത്? പിന്നെ എന്തിനായിരിക്കും ഇവ പ്രാണികളെ പിടിക്കുന്നത്? നോക്കൂ. വീനസ് ഫ്ലൈ ട്രാപ്പ് അല്ലെ. ഈ ഇതിന്റെ പേര് അതാണ് അല്ലെ. ഈ പ്ലാന്റ് പേര് എന്താ? സൺഡ്യൂ പ്ലാന്റ്. ഇത് പിക്ചർ പ്ലാന്റ് അല്ലെ. അപ്പൊ ഇവരെന്തിനാണ് ഈ ഫോട്ടോസിന്തസിസ് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫോട്ടോസിന്തസിസ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോ എന്താണ്? ഇവർക്ക് എന്തിനാണ് ഈ പ്ലാന്റ്സ്, ഈ ഇൻസെക്റ്റിനെ ഇവർ പിടിക്കുന്നത് എന്തിനാന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ. Elements like carbon, hydrogen, phosphorus, nitrogen, sulfur, calcium and iron are required for plants in large quantities. You know that certain bacteria present in the soil, azotobacter, nitrobacter, convert atmospheric nitrogen into nitrates. These bacteria may not be present in soil with a high acidity. Plants which grow in such soil do not get nitrogen. It is to overcome this situation that such plants acquire the ability to catch insects. They obtain the required nitrogen through the digestion of the plants of this insect. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം ആൻഡ് അയൺ അല്ലെ. ഇങ്ങനെ തുടങ്ങിയ ഈ സസ്യങ്ങൾക്ക് എന്താണ്? പുതിയ അളവിൽ ആവശ്യമായ തുടങ്ങിയ സസ്യങ്ങൾക്ക് എന്താണ്? കൂടിയ അളവിൽ അല്ലെ. എന്താണ്? ഈ കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, അയൺ അല്ലെ. ഈ തുടങ്ങിയവ എന്താണ്? സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ എന്താണിത്? എലമെന്റ്സ് ആണ് അല്ലെ. ഈ പ്ലാന്റ്സിന് കൂടിയ അളവിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. ഈ സാധനങ്ങളൊക്കെ അതൊക്കെ ഏതൊക്കെയാണ്? പ്ലാന്റ്സിന് കൂടിയ അളവിൽ ആവശ്യമുള്ളത് കാർബണും, ഹൈഡ്രജനും, ഫോസ്ഫറസും, നൈട്രജനും, സൾഫറും, കാൽഷ്യം, അയൺ ഒക്കെ കൂടിയ അളവിൽ ഈ പ്ലാന്റ്സിന് ആവശ്യമുണ്ട്. ഓക്കെ. ഈ മണ്ണിലെ ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ ഏതാണ്? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. ഓക്കെ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുമെന്ന് നമുക്കറിയാം അല്ലെ. അതായത് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്താണ്? അത് നൈട്രേറ്റ്സ് ആക്കി മാറ്റുമെന്ന് നമുക്കറിയാം അല്ലെ. ചിലതരം മണ്ണിൽ എന്താണ്? ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ടും ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റും ഈ ബാക്ടീരിയകൾ എന്താവും? ഇല്ലാതെ വരാം അല്ലെ. ചില മണ്ണിൽ എന്താണ്? ആസിഡിന്റെ അംശം കൂടിയാൽ എന്താണ്? ഈ മണ്ണിലുള്ള ഈ ബാക്ടീരിയകളുടെ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും അതെന്താക്കും? ഇല്ലാതെ വരാം അല്ലെ. ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് എന്താണ്? നൈട്രജൻ ലഭിക്കൂല. അപ്പൊ ആ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് എന്താണ്? നൈട്രജൻ ഇല്ലാത്ത മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് ചില ചെടികൾ എന്താക്കുന്നത്? പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുത്തത്. മനസ്സിലായല്ലോ. അവർക്ക് ഏതായാലും നൈട്രജൻ വേണം അല്ലെ. നൈട്രജൻ
നൈട്രജനും ഇതൊക്കെ വേണം. അപ്പൊ എന്താണ് ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് നടക്കുന്നത് ചില ചെടികൾ ഈ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുത്തത് അല്ലെ. പ്രാണികളുടെ ശരീരം എന്താണ് ഡീകമ്പോസ് ചെയ്തിട്ട് ഇവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. മനസ്സിലായോ? അവരെന്താക്കുന്നുണ്ട് ഈ ഡൈജഷനിലൂടെ ഈ വിഘടിച്ചിട്ട് എന്താണ് ഈ പ്രാണികളുടെ ശരീരം ഈ വിഘടിപ്പിച്ചിട്ട് അവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. മനസ്സിലായല്ലോ? നോക്കൂ, ഫുഡ് ഇൻ ഹ്യൂമൻസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസെക്റ്റിനെ പിടിക്കുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി എന്താണ് നമുക്ക് ഫുഡ് ഇൻ ഹ്യൂമൻസ്, എന്താണ് ആഹാരം മനുഷ്യരിൽ അല്ലെ. ആഹാരം മനുഷ്യരിൽ എങ്ങനെയാണ്? The energy required for life activities is obtained from food. Let us examine the changes that food undergoes within our body. Food first reaches the mouth, doesn't it? എന്താണ് ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ എനർജി ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണെന്ന് അറിയാമല്ലോ അല്ലെ. നമ്മളെ ജീവിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്താ ആവശ്യമായ എനർജി ലഭിക്കുന്നത് എന്താണ്? നമ്മളെ ഫുഡിൽ നിന്നാണ് അല്ലെ. ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് പരിശോധിക്കുന്നത് എന്താ സംഭവിക്കുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം അല്ലെ. എന്താണ് നോക്കാം. What change does the food undergo inside the mouth? What role do lips, teeth and tongue play in this? Observe the changes on your own while having food and write down in your observation. എന്താണ് വായിൽ വെച്ച് ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് അല്ലെ. നമുക്കറിയാം ഫസ്റ്റ് ഫുഡ് റീച്ചസ് ദ മൗത്ത് അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്താ ഫുഡ് എത്തുന്നത് എവിടെയാണ്? നമ്മളെ മൗത്തിലാണ് അല്ലെ, വായിലാണ് അല്ലെ. ഇനി വായിൽ വെച്ച് എന്ത് മാറ്റമാണ് ആഹാരത്തിന് സംഭവിക്കുന്നത്? ചുണ്ട്, പല്ല്, നാവ്, ലിപ്സ്, ടീത്ത് ആൻഡ് ടങ് എന്നിവ ഇക്കാര്യത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ സ്വയം നിരീക്ഷിച്ച് അത് എഴുതുക. ഓക്കെ, മൗത്ത്, ലിപ്സ്, ടങ്, ടീത്ത് അല്ലെ. ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം മൗത്ത്. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ എനേബിൾ ദിസ് പ്രോസസ്. എന്താണ് വായിൽ വെച്ചാണ് ആഹാരത്തിന്റെ ഡൈജഷൻ എന്താണ് ആരംഭിക്കുന്നത് അല്ലെ. ഇതിന് ഉമിനീരിൽ അടങ്ങിയ ദഹനരസം സഹായിക്കുന്നു. എന്താണ് ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ. സലൈവ പറഞ്ഞാൽ എന്താ? ഉമിനീര് അല്ലെ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലെ ദഹനരസം എന്താണ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താക്കുക ഈ എന്താണ് ഇതുവരെ എടുത്ത ഭാഗം നിങ്ങൾ എന്താക്കുക നന്നായി വായിക്കുക കേട്ടോ. എന്താന്നുള്ളതൊക്കെ നന്നായി മനസ്സിലാക്കുക. ബാക്കി ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.